രേണുക താക്കൂർ. ഞാൻ വിളിച്ചു കാണിച്ചു തരാം. രേണുക താക്കൂർ അതൊക്കെ കോഹ്ലിയായിരിക്കണം. ഇവിടെ വന്ന് ഇപ്പൊ വിളിച്ചോണ്ടല്ലേ കൈ അണിയുന്നത്. ആ ബോൾ കണ്ടോ? അത് ഇതുപോലെയൊക്കെ ബോൾ ചെയ്യുന്ന ഒരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ നെറ്റ്സി കൊണ്ടിരുത്തി 24 മണിക്കൂർ എറിയിക്കായിരുന്നു. ഈ രേണുക സിംഗ് താക്കൂർ ഇത്ര ജാടയൊന്നും കാണിക്കണ്ട. ഭാവിയിൽ എൻ്റെ മോളൊക്കെ കളിക്കേണ്ട ടീമായി ഇന്ത്യൻ ടീം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മളെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇന്ത്യൻ വുമൻസ് ടീമിൻ്റെയും ശ്രീലങ്ക ടീമുമായിട്ട് മാച്ച് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യൻ വുമൻസ് ടീമിൻ്റെ കളി കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അവരുടെ കളി നടക്കുന്നതും. ഇപ്പം ഒരുപാട് സന്തോഷമായില്ല. ഇപ്പം വേൾഡ് കപ്പൊക്കെ ജയിച്ചിട്ട് വന്ന് അവർ കളി കാണാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റേഡിയത്തിൽ വന്നു. കളി കാണാൻ വേണ്ടി പോവുകയാണ്. മേയ്ക്ക് വരണമെന്നുണ്ട്, പക്ഷേ കൊച്ചു കിടന്ന് കരയാണെങ്കിൽ കുറച്ച് സീനാവുമെന്ന് വിചാരിച്ചു. അവളും പിന്നെ വന്നില്ല. എന്തായാലും ഭാവിയിൽ തൂലികേൻ എനിക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ആക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം പരിശ്രമിക്കും ക്രിക്കറ്റിലോട്ട് കൊണ്ടുവരാനായിട്ട്. അവൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അവൾ ഒരു ദിവസം കളിക്കും. അതിന് മുമ്പ് ഇവരെല്ലാം കളിയൊക്കെ പോയി കണ്ട് അതിലെ താരങ്ങളെയൊക്കെ കാണാം. ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയാൽ ഭാഗ്യം. ഒരുപാട് അറിയാവുന്ന ആൾക്കാർ എനിക്കുണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു സെൽഫിയൊക്കെ കിട്ടിയ സന്തോഷം. എന്തായാലും നമ്മൾ പോകാൻ വേണ്ടി പോകണം. എൻ്റെ അനിയനുണ്ട്, ആകാശുണ്ട്, പിന്നെ ഗണപതി, അവൻ്റെ വൈഫ്, എല്ലാവരും ഉണ്ട്. എന്താടാ ആകാശേ, എല്ലാ വുമൻസ് ടീമിൻ്റെ താരങ്ങളെ അറിയാൻ തോന്നുന്നു. ഇന്ത്യൻ ടീമിൻ്റെ പേര് അറിഞ്ഞുണ്ടെങ്കിൽ ഇവന് വുമൻസ് ടീമിൻ്റെ പേര് അറിയാം. കാരണം പുള്ളിയെ വുമൻസ് ടീമിനെ എല്ലാവരെയും അറിയാലടാ. മിതാലി രാജ് പോയി, റിട്ടയർഡ് ആയി. പക്ഷേ ബിജോ ഇല്ല. ബിജോയ് ക്രിക്കറ്റ് അറിയത്തില്ല, ഫുട്ബോളും അറിയണവന് ക്രിക്കറ്റ് പറഞ്ഞു. അതുകൊണ്ട് കളി തുടങ്ങുമ്പോഴേ ചേട്ടാ ഇത് 4 ആണോ ഇത് 6 ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ഒന്നാമത്തെ കാര്യം വിളിച്ചില്ല, അതിന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഗൈസ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തോട്ട് പോകുന്നത്. VIP ടിക്കറ്റാണ്, തരുന്നില്ല. എന്നാ നിങ്ങൾ തരുന്നില്ല, നമുക്ക് പാവം ടിക്കറ്റ്. ഫുഡുണ്ടോ അതിന്? കാണല്ലേ. ഇതാണ് ഗൈസ് ടിക്കറ്റ്. അതിന് മുമ്പ് ഒരു ചായ കൂടി മസ്റ്റാണ് നമുക്ക്. ഇന്ത്യൻ വുമൻസ് ടീമിലെ ഫാൻസ് ആണോ? ആരെയൊക്കെ പേരറിയാം? എല്ലാരും അറിയാം. കളി കാണോ? കളി കാണുമല്ലേ? ഇപ്പൊ അവിടെ ഒരാളെ പേര് പറയണം. അത് മാത്രം കാണാതെ പഠിച്ചില്ല. ഈ ഇടയ്ക്ക് കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞോണ്ട് തന്നെ അത് രാഷ്മിക മന്ദാരയല്ലേ? സത്യം പറ, എത്ര രൂപ ഇത് വരച്ചത് മൂത്ത്? ഇന്ത്യൻ വുമൻസ് ടീമിന്റെ കളിയിൽ ഇവര് ജേഴ്സി കൊടുക്കുന്ന വിരാട് കോഹ്ലിയുടെയും ധോണിയുടെയൊക്കെ. വൈ വുമൻസ് ടീമിന്റെ നെയിം ഇല്ല? അല്ലടാ ചിക്കു, പ്രതിഷേധിക്കുന്നേ. ഇവൻ ഫുട്ബോളാ, ബെക്കാമിനെ ഇട്ടുകൊണ്ട് വന്നേക്കണ്. ഇന്ത്യൻ ടീമിന്റെ കളിയാണ്. 7 മണിയായിട്ടോ. പക്ഷേ ഇന്ത്യൻ മെൻ ടീമിന്റെ കളി കാണാൻ എത്ര ആളില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷേനെക്കാളും തിരക്കുണ്ട്. സത്യം, കളി കാണാൻ ആള് വന്നല്ലോ. അത് തന്നെയാണ് നമ്മളുടെ വുമൻസ് ടീമിന്റെ പവർ. അത്രേ ഉള്ളൂ. വേൾഡ് കപ്പ് കളിച്ചതിന് ശേഷം അപ്പൊ ആളുണ്ട് അതിന്റെ അകത്ത്. കളി കാണാൻ നമ്മൾ എത്തി. ഇപ്പോൾ 7 മണിയായിട്ട് ടോസ് കിട്ടി. ഇന്ത്യക്ക് ബോളിംഗ് ആണ് ഫസ്റ്റ്. നമ്മൾ ഗേറ്റ് 5-8 ആണ്. 5-8 ഗൈസ്. ഒരു തെലുങ്ക് പയ്യൻ കളി കാണാൻ വന്നു. അപ്രിഷ്യേറ്റ് അവൻ വ്ളോഗർ. അവൻ പോണുണ്ടോ? അവൻ എൻ്റെ അടുത്തൂടെ, ഞാൻ ഹൈദരാബാദിലാണെന്ന് തോന്നി എനിക്കൊരു നിമിഷം. ഈ സ്റ്റേഡിയത്തിലാണ് വിജയുടെ മറ്റേ ഗോട്ട് സിനിമ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇതുവഴിയൊക്കെ വിജയ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയ വിഷയോ ഗൈസ്. കൺഫ്യൂഷൻ ആയില്ലേ എവിടെ ഇരിക്കുന്നു? നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ കളി നടക്കണമെങ്കിൽ മുകളിലാണ്, ഇതോ അവിടെ ആ ഏരിയയിലാണ് വിജയ് ബൈക്ക് ഓടിച്ച് കളിച്ച ക്ലൈമാക്സിൽ. അതാ വിജയ് അവിടെ ബൈക്ക് ഓടിച്ച് അവിടെയാണ് ഷൂട്ട് നടന്ന കേട്ടോ ഗൈസ്. ഈ ഒരു ഗ്രൗണ്ടിൽ മരിക്കണതിന് മുമ്പ് ഒരു കളിങ്ങനെ കളിക്കാൻ പറ്റിയ സന്തോഷം. ഇല്ല ടെന്നീസ് ബോൾ അലൗഡ് ചെയ്യില്ല ഇപ്പം. പക്ഷേ ഒരു ദിവസം നോക്കിയാൽ ലീഗ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഗ്രൗണ്ടിൽ കളിക്കും. എൻ്റെ ആഗ്രഹം അതാണ്, ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നത്. കൊള്ളാം ഗൈസ്. ഇവിടെ ഇരുന്ന് കളി കാണുമ്പോഴേ നേരിട്ട് കാണുമ്പോൾ ഒരു വൈബാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ആളുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അധികം ആൾ കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും ആളുണ്ട്. രേണുക താക്കൂർ. നമുക്ക് ഞാൻ വിളിച്ചു കാണിച്ചു തരാം. രേണുക താക്കൂർ പറയടാ. തിരിഞ്ഞോക്കില്ലേടാ പൊന്നി. ചിരിച്ചാ കൈയടിക്കാം, ചിരിച്ചില്ലെങ്കിൽ ഊക്കിട്ടോടാ. എൻ്റെ സ്മൃതി മന്ദാനോട് ഞാൻ വിളിക്കും.
അതൊക്കെ കോലിയായിരിക്കണം. ഇവിടെ വന്നിപ്പോൾ വിളിച്ചാണ്ടല്ലേ കൈ അണിയുന്നത്. രേണുക താക്കൂർ കൈ അണിച്ചില്ല ഗൈസ്. ബോളറാണ് 6 പിടിച്ചടിക്കണേ. ഞാൻ മാറി, കുഴപ്പമില്ല. അത് കളിയുടെ പ്രഷർ നിൽക്കട്ടെ. 8 4 പോണേ. ഞാൻ വിളിക്കത്തില്ല ഇനി ആരെയും. നീയൊക്കെ കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ച. ഇവര് ബൗണ്ടറിയെ അധികം കയറ്റിന്ന് വെച്ചിട്ടില്ല. ഈ രേണുക സിംഗ് താക്കൂർ ഇത്ര ജാടയൊന്നും കാണിക്കണ്ട. ഭാവിയിൽ എൻ്റെ മോളൊക്കെ കളിക്കേണ്ട ടീമായി ഇന്ത്യൻ ടീം. മനസ്സിലായില്ലേ? എൻ്റെ തലവരൽപ്പം മാറിപ്പോയി. ഇല്ലെങ്കിൽ ഈ ടീമിൽ കളിക്കേണ്ട. ഈ ടീമല്ല, ഇന്ത്യൻ ടീം മെയിൻ ടീമിൽ. അന്ന് ഇംഗ്ലീഷ് അറിയത്തില്ല പറയാൻ. അവരെല്ലാം ചോദിച്ചാൽ സെഞ്ചുറി എങ്ങനെ അടിക്കണമെങ്കിൽ അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ മരിക്കണ ബി ഗ്രൗണ്ടിൽ ഞാനെങ്കിലും പൈസ കൊടുത്ത് കളിക്കും. ഒരു ടീം ഇറക്കി എന്തൊക്കെയാണ് മതി. അതത്രേ ഉള്ളൂ. കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ക്രിക്കറ്റ് പ്ലേയേഴ്സ് യൂസ് ചെയ്യാൻ അത്ര ബാറ്റിന് വെയിറ്റ് ഇല്ല ഇവരുടെ ബാറ്റിന്. അത് അറിയാമെന്നുള്ളവർ, ക്രിക്കറ്റിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. നമുക്ക് ഇന്ന് ഈ ടിക്കറ്റ് തന്നതായിരുന്നു അറിയാവോ? ഈ രാഹുൽ ഗണപതിക്ക് 2 VIP പാസ് കിട്ടി. എങ്കിലും കൂട്ടുകാരോടുള്ള സ്നേഹം കൊണ്ട് വൈഫിൻ്റെ കസിനെയും VIP വിട്ടു. VIP വിട്ടപ്പോഴാണ് അറിഞ്ഞത് അവിടെ അൺലിമിറ്റഡ് ഫുഡാണ്. അത് സാക്രിഫൈസ് ചെയ്താൽ നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്ന് നമ്മൾ 250 ml പെപ്സി കുടിച്ച് അവിടെ അൺലിമിറ്റഡ് ഫുഡ്. അടുത്ത പ്രാവശ്യം അവിടെ ടിക്കറ്റ് വാങ്ങിയപ്പോൾ ഇവനാ എവിടെ മിനിസ്റ്റർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒപ്പിച്ചതാ. ആൻറ്റതേ വാങ്ങിച്ച VIP വാങ്ങിച്ചവിടെ തിന്നോണ്ടിരുന്ന കളിയാണായിരുന്നു. അപ്പോൾ അതാണ്ട ഈ 250 ml എന്ന് പറഞ്ഞ് 10 ml വെള്ളം കൊണ്ട് വന്നിട്ട് പോയി തീർന്നു. ഇത് ഔട്ടല്ല. എനിക്കൊരു ഡിസിഷൻ്റെ ആവശ്യമില്ല. അത് നോട്ട് ഔട്ടാണ്. വേണമെങ്കിൽ കണ്ടോ നിങ്ങൾ. ഔട്ടല്ല. എല്ലാവരും വരട്ടെ, നോട്ട് ഔട്ട് വരട്ടെ. എന്നെ സൊന്ന എല്ലാവരും കൈയടി റണ്ണൗട്ട് വരുമ്പോൾ. ആ ബോൾ കണ്ടോ? അത് കുത്തി എറിഞ്ഞു വിട്ടു കൊടുത്തത്. ചള്ളേ, ഇതുപോലെയൊക്കെ ബോൾ ചെയ്യുന്ന ഒരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ നെറ്റ്സി കൊണ്ടിരുത്തി 24 മണിക്കൂർ റീക്കായിരുന്നു. അത് പഠിപ്പിച്ചു വരുമ്പോൾ ഞാൻ റിട്ടയർഡ് ആവേണ്ടി വരും. 250 വെള്ളം പോണം. അല്ല വെള്ളം ഇത് വേറെ മിരിൻ്റെ ആണെന്ന് തോന്നുന്നു. ഏതായാലും 250 ml ഇല്ല. പറ്റിപ്പ്. ഈ അനീഷ് എന്ന് വരണമായിരുന്നു. എന്നിട്ട് ഈ കളി കാണിച്ചില്ല പിള്ളേർ കളിക്കുന്നത്. അനീഷിൻ്റെ അത്ര പൊക്കേ ഉള്ളൂ. ഇപ്പോൾ പൊക്കം ഇല്ലാത്തതിനെ കുറിച്ച് പറയണം. അനീഷിൻ്റെ അത്ര പൊക്കേ ഉള്ളൂ. പിള്ളേരൊന്നും കളിക്കണോ? അനീഷ്, യു മസ്റ്റ് വാച്ച് വുമൻസ് ടീം കളി. സ്മൃതി ബന്ധാന. യെസ്, അവിടെ നിന്ന് എന്നെ പലപ്പോഴും അവിടെ വേറെ കാലം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം. നിങ്ങളെ വിളിച്ചാൽ ചിലപ്പോ കേൾക്കും കേട്ടോ. എന്റെ സൗണ്ട് അങ്ങ് എത്താത്തോണ്ട് കേട്ടില്ല. വെറുതെ DRS കളയണോ? Pitching outside off, impacting line wickets hitting. Thank you. ഞാൻ വിളിക്കൂല. ഞാനാണെങ്കിൽ എല്ലാ ആൾക്കാരും പേര് ഇവിടെ വിളിച്ചു നോക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന അല്ലാതെ പുഴുത്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ താഴേക്കുന്ന ആൾക്കാർ സ്മൃതി ചേച്ചിന്നവരെ വിളിച്ചു.
അതും കേട്ടില്ല. വിട്, അത് വിട്, കുഴപ്പമില്ല. ആരെങ്കിലും ഒന്ന് നോക്കി കൈ കാണിച്ചെങ്കിൽ ആ ട്യൂണിക്കേറ്റ് വിടായിരുന്നു ഒരു റീല്. ആരുമില്ല, ആരും കൈ കാണിക്കില്ല. അതൊക്കെ എൻ്റെ ഹാർദിക് പാണ്ഡ്യയോ രോഹിത് ശർമ്മയോ കോഹ്ലിയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ കാണിച്ചാൽ സാഡ്. ആരെങ്കിലൊക്കെ ഒന്ന് കൈ കാണിച്ചാൽ മതി. ആ പുള്ളി പുഴുക്കണെടുത്തോ, പുഴുക്കും അവിടെ ഇരുന്നു. ആകെ എന്നെ കൈ കാണിച്ചത് ഇതുവരെ പോയ നമ്മളെ കൂട്ടുകാരൻ പോലീസിൽ ജോലി കയറി, അവൻ മാത്രം കൈ കാണിച്ചു. It's okay. Come on, easy catch. Come on, give me a good fielding. Will you marry me, bro? നീ മര്യാദയ്ക്ക് ഹായ് ചോദിച്ചാൽ തിരിഞ്ഞെങ്കിലും നോക്കും. അവൻ എന്താ ബോർഡിൽ എഴുതിയിരിക്കുന്നതെന്ന് കൂടി അറിഞ്ഞൂടല്ല. ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. ഇതിക്ക് 113 റൺസാണ് കേട്ടോ. നമുക്കിനി ശ്രീലങ്ക ടീം ആരെങ്കിലും കൈ കാണിക്കുമോ നമുക്ക് നോക്കാം. Gayatri, you can stay with your original decision of not out. You're on screen. ഷഫാലി 11 റണ്ണോടി അടിച്ച 50. സ്കോർ 41, ഷഫാലി 39. വേറെ ആരില്ലേ? ഷഫാലി മാത്രമേ ഉള്ളൂ. ഷഫാലി ഇപ്പോൾ ഇവിടെ ചാടി. അരമണിക്കൂറിൽ കളി തീരും കണ്ടോ. ഷഫാലി 50. നോക്കി
ഗായ്സ് മൃദീനെ ഇത്ര അടുത്ത് കാണാൻ പറ്റും കേട്ടോ. ഗായ്സ് അങ്ങനെ ഇന്ത്യയുടെ കളി കഴിഞ്ഞു. നമ്മളെ ഇന്ത്യൻ വുമൻസ് ടീം ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ആരും കൈ കാണിച്ചില്ല. എല്ലാവർക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു. അതൊക്കെ നമ്മളായിരിക്കും. നമ്മളൊക്കെ അവിടെ കയറി നമ്മളെ പേര് വിളിച്ച് അപ്പം നമ്മൾ ഹായ് അവിടെ ഒരാൾക്ക് സൈൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ഓടി തുപ്പിയും കൊണ്ട് പോയി. അതും നടന്നില്ല, ഒന്നും നടന്നില്ല. അടിപൊളിയായിട്ട് നമ്മൾ കളി ഗെയിം എൻജോയ് ചെയ്തു. ഇന്നത്തെ ഗെയിമിനെ പറ്റി ഷെഫാലി വർമ്മ എന്തൊരു അടികളാണ് അങ്ങോട്ട് അടിക്കുന്നത്. കുഴപ്പമില്ല, അടുത്ത കളി സെറ്റ് ആവും. ഫുൾ പ്രാക്ടീസ് ആയിരുന്നു കളി. എന്നാ അടി അടിക്കുന്നു അല്ലേ. അതെ അതെ, എനിക്ക് കുറച്ച് റണ്ണ് സ്കോർ മാക്സിമം. ഞാൻ കൈയെങ്കിലും അവർ കാണിക്കുന്ന ഒരു വീഡിയോ കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നടന്നില്ല. എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം ഒരുത്തന് ഞാൻ സൈൻ ഇട്ട് കൊടുക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓടിയൊന്ന്, അതിന് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ, ലവ് യു.